മലപ്പുറം ഇളങ്കൂരിൽ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് യുവതിയുടെ കുടുംബം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പൂക്കോട്ടുപാടം സ്വദേശിനി വിഷ്ണുജ മരിച്ചത്. വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നു. സ്ത്രീധനം നൽകിയത് കുറവെന്നും പറഞ്ഞും പീഡിപ്പിച്ചു. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നും ആവശ്യം വിവരങ്ങളുമായി സ്വാലിഹ് ചേരുകയാണ്. സ്വാലി, ഏറെ ദുരൂഹമായ സംഭവങ്ങളാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടിപ്പോൾ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. കുടുംബം ഈ സംഭവത്തിൽ പറയുന്നത് എന്താണ്? അവരുടെ സംശയങ്ങളും ആരോപണവും എന്താണ്? മനു, 2023 ഇവരുടെ വിവാഹം. ഒരു വർഷമാണ് വിവാഹം കഴിഞ്ഞിട്ട് പൂർത്തിയാവുന്നത്. ഇതിനിടയിലാണ് 25-കാരിയായ വിഷ്ണുജ മരിക്കുന്നത്. ഭർതൃവീട്ടിൽ പൂക്കോട്ടുംപാടത്തെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കഴിഞ്ഞ ദിവസം മൃതദേഹം കണ്ടെത്തിയിരുന്നത്. ഈ സംഭവത്തിൽ വിഷ്ണുജയുടെ കുടുംബം ഇപ്പോൾ ദുരൂഹത ആരോപിക്കുകയാണ്. സ്ത്രീധനക്കുറവ് പറഞ്ഞ്, സ്ത്രീധനം ആവശ്യത്തിന് ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നിരന്തരം ഈ കുടുംബം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ഇവർ പറയുന്നുണ്ട്. ഒപ്പം ഭർത്താവ് സൗന്ദര്യം കുറവാണെന്നും അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്ത്രീധനം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായി ഈ പെൺകുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ജോലിയില്ല, ഈ കുട്ടിക്ക് സ്വന്തമായി ഒരു ജോലിയില്ല. ഇതെല്ലാം ഭർത്താവിന്റെ കുടുംബത്തിന് വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പോകണമെന്ന് വരെ പല ഘട്ടത്തിൽ ആവശ്യപ്പെട്ടു. അതായത് ഈ പറയുന്ന പ്രശ്നങ്ങളുടെ ഒക്കെ പേരിൽ, നിറത്തിന്റെ പേരിൽ, ജോലിയില്ലായ്മയുടെ പേരിൽ, സ്ത്രീധനം കുറഞ്ഞതിന്റെ പേരിൽ പതിവായി ആ കുട്ടിക്ക് പീഡനം നേരിട്ടിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. തീർച്ചയായും ഈ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞ് പീഡിപ്പിച്ചിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. അതിലുള്ള മനോവിഷമമാണ് ഈ തൂങ്ങിമരണത്തിന് കാരണം. ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നാണ് ഇപ്പോൾ ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. മഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത്. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി, സംസ്കാരവും പൂർത്തിയായിട്ടുണ്ട്. ഇതിനുശേഷമാണ് ബന്ധുക്കൾ ഈ ആരോപണം പോലീസിൽ പരാതി നൽകുന്നത്. അതിനു മുൻപേ തന്നെ ഈ മരണവാർത്ത ലഭിച്ചത് മുതൽ തന്നെ ഈ കുടുംബം ഭർതൃ വീട്ടുകാർക്കെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മനു, അപ്പോൾ ഇനി പോലീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ആരോപണ വിധേയരായ ആളുകളെ ചോദ്യം ചെയ്യുക, മൊഴിയെടുക്കുക എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ. പോലീസ് ആ നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞോ? പോലീസുമായി ഇക്കാര്യത്തിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് അസ്വാഭാവിക മരണത്തിന് കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ കുടുംബത്തെ, ഈ ഭർത്താവിനെയും ഭർത്താവിന്റെ കുടുംബത്തെയും കസ്റ്റഡിയിലെടുക്കും. അത് ചോദ്യം ചെയ്യും. വിശദമായി അവരെ കൂടി ഈ വിഷയത്തിൽ കേൾക്കും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് ഇതിൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തിന് പരാതിയുണ്ട്. ആ കുടുംബത്തിന്റെ പരാതി ശരിവെക്കുന്നതിനനുസരിച്ചുള്ള ചില തെളിവുകളും ഇവർ കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ പെൺകുട്ടി ഫോണിൽ വിളിച്ച് വാട്സപ്പിലും മറ്റും അയച്ച സന്ദേശങ്ങൾ, കുടുംബത്തിന് അയച്ച, അച്ഛന് ഉൾപ്പെടെയുള്ളവർക്ക് അയച്ച സന്ദേശങ്ങൾ ഉൾപ്പെടെ പോലീസിന് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഈ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷത്തോളം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ കുട്ടി വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അവർ ആ സമയത്ത് ഈ ഭർത്താവിന്റെ വീട്ടുകാരുമായി സംസാരിക്കുകയോ മറ്റോ ചെയ്തിരുന്നോ? അതിൽ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് എന്താണ്? കുടുംബങ്ങൾ തമ്മിൽ ഇതുവരെ നേരിട്ട് ഇക്കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഈ പെൺകുട്ടിയോട് പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് വീണ്ടും പോവുകയും ചെയ്തത്. ഈ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴെല്ലാം ഈ പെൺകുട്ടിയോട് പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചാണ് വീണ്ടും പോവുകയും ചെയ്തത്. ഈ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴെല്ലാം വലിയ മനോവിഷമം കാണിക്കാറുണ്ട് എന്ന് കുടുംബം പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ മറ്റു ചർച്ചകളിലേക്കോ ഒന്നും കടന്നിട്ടില്ല. അതിനുള്ള ഒരു ടൈം ആയില്ല. അതിനു മുൻപേ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് തയ്യാറെടുത്ത് വരികയായിരുന്നു. അതിനിടെയാണ് ഈ മരണം സംഭവിക്കുന്നത്. അതുകൂടി വലിയ ആഘാതമായി
പെൺകുട്ടിക്ക് മാറി ഭർത്തൃ എന്നാണ്. വീട്ടുകാരുമായി സംസാരിക്കാൻ ഇരിക്കവെയാണ് ഈ മരണം സംഭവിച്ചതല്ലേ? അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഈ പേരിൽ കൂടി ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് കണ്ടതോടെ ആ പേരിൽ കൂടി കുട്ടിയെ വലിയ തോതിൽ പീഡനത്തിന് ഇരയാക്കിയിരുന്നു, മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. മനു, അപ്പോൾ പോലീസ് ഏതായാലും അവരുടെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ ഈ ഭർത്തൃ വീട്ടുകാരുടെ അവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ സ്വാലി? ഇന്ന് തന്നെ അക്കാര്യത്തിൽ നടപടികളിലേക്ക് പോലീസ് കടക്കും. ഇപ്പോൾ ഇന്നലെ രാത്രിയോടെ ഈ കുടുംബത്തിന്റെ മൊഴിയൊക്കെ പോലീസ് വിശദമായി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ പരാതിക്കാരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് ഭർത്താവിനെ ഒക്കെ കസ്റ്റഡിയിലെടുത്ത് ഭർത്താവിന്റെ കുടുംബത്തെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. മഞ്ചേരി സ്റ്റേഷൻ പരിധിയാണോ? മഞ്ചേരി പരിധിയാണോ? മഞ്ചേരി സ്വദേശിയാണ്. ഈ പെൺകുട്ടിയുടെ വീട് മഞ്ചേരി എളങ്കൂർ സ്വദേശികളാണ് ഇവർ. അതേസമയം ഈ വിവാഹം കഴിച്ചിട്ടുള്ളത് ഈ ഭർത്തൃ വീട്ടുകാരുള്ളത് നിലമ്പൂരിലെ പൂക്കോട്ടും പാടത്താണ്. ഈ എളങ്കൂരിൽ ഇവരുടെ നാട്ടിൽ മഞ്ചേരിയിലാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. മഞ്ചേരി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇവിടെ ഒരു പ്രധാന, ഇപ്പോൾ സ്വാലിഹ് പറഞ്ഞതുപോലെ ഈ പറയുന്ന പോലെ വാട്സപ്പ് മെസ്സേജുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ആ രീതിയിലുള്ള ഡിജിറ്റൽ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കേസ് കൂടുതൽ സ്ട്രോങ് ആകുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും പെൺകുട്ടി മാനസികമായി പീഡനത്തിന് ഇരയായിരുന്നു എന്നതിനുള്ള തെളിവുകൾ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ കൈവശമുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഈ പെൺകുട്ടി പല ഘട്ടങ്ങളിലായി ഫോണിലൊക്കെ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ രേഖകൾ ഇവരുടെ ഏതെങ്കിലും തരത്തിൽ ശാരീരിക പീഡനം, അതായത് മർദ്ദനമോ അങ്ങനെ എന്തെങ്കിലും ഏറ്റതായി കുട്ടി എപ്പോഴെങ്കിലും പറഞ്ഞതായി കുടുംബം പറയുന്നുണ്ടോ? അത്തരത്തിലൊരു പരാതി പറയുന്നില്ല. അതേസമയം പെൺകുട്ടിയോട് വീട്ടിൽ നിന്ന് പോകണം, ആദ്യഘട്ടത്തിൽ ഒരു ജോലി കണ്ടെത്തണമെന്ന് പറഞ്ഞു. പിന്നീട് ജോലി ഇല്ലെങ്കിൽ തിരിച്ചു പോകണം, വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെട്ടു. ആവശ്യത്തിന് സ്ത്രീധനം ഉണ്ടായിരുന്നില്ല. കുടുംബത്തിലെ മറ്റുള്ളവർക്കൊന്നും ലഭിച്ചാത്ര സ്ത്രീധനം ലഭിച്ചിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെയാണ് ഈ കുടുംബം നിരന്തരമായി പെൺകുട്ടിയോട് പറഞ്ഞിരുന്നത്. ഇത് ഈ കുടുംബവുമായി സംസാരിക്കുകയും അച്ഛനും അമ്മയുമായൊക്കെ ഇക്കാര്യങ്ങളിൽ പെൺകുട്ടി പല ഘട്ടത്തിലും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഈ ഒരു വലിയ മാനസിക പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് കുടുംബം കരുതുന്നത്. അതനുസരിച്ചാണ് അവർ ഈ പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് എന്തായാലും ഇത് വലിയ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. വിശദമായി തന്നെ മൊഴികളൊക്കെ രേഖപ്പെടുത്തി മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് മഞ്ചേരി പോലീസ് ശ്രമിക്കുന്നത്. അതിനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും കഴിഞ്ഞു. അതായത് കല്യാണം കഴിഞ്ഞ അധികം വൈകുന്നതിന് മുൻപ് തന്നെ വിഷ്ണുജയ്ക്ക് ഭർത്തൃ വീട്ടിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ മാനസിക പീഡനങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യമായിരുന്നു അല്ലേ? തീർച്ചയായും ഈ വിവാഹത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഈ കുടുംബം തന്നെ പറയുന്നുണ്ട്. ഈ വിഷ്ണുജയുടെ കുടുംബം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതിൽ അവർക്ക് ഇടപെടാൻ ഉള്ള ഒരു സാഹചര്യം പോലും ലഭിച്ചില്ല. അതിനു മുമ്പേ ഈ മരണം സംഭവിച്ചിരിക്കുന്നു. അവർ ഇക്കാര്യത്തിൽ ഈ കുടുംബവുമായി സംസാരിക്കാനിരിക്കെ ഇതറിഞ്ഞതോടെ ഈ പേരിൽ കൂടി വലിയ മാനസിക പീഡനം ഈ പെൺകുട്ടി നേരിട്ടുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇവരുടെ ഒക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പക്ഷേ ഈ കുടുംബം പെൺകുട്ടി തിരിച്ചു വരുന്നതിന് വലിയ താല്പര്യവും കാണിച്ചിരുന്നില്ല. അവിടെ തന്നെ ഈ പ്രശ്നം പരിഹരിച്ച് നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതനുസരിച്ചാണ് ഈ പെൺകുട്ടി ആ വീട്ടിൽ തുടരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വലിയ മാനസിക പീഡനം നേരിട്ടപ്പോഴെല്ലാം ഇക്കാര്യങ്ങൾ ഈ കുടുംബവുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഈ രേഖകളെല്ലാം ഇവരിൽ നിന്ന് വിശദമായി ഇതെല്ലാം കേട്ടിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ശരി ശരി സ്വാലിഹ്, ഏതായാലും ഏറെ സങ്കടകരമായ കാര്യമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത്. പൂക്കോട്ടുംപാടത്തെ വിഷ്ണുജ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണം അത് ഭർതൃ വീട്ടുകാരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സ്ത്രീധനം കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു, നിറം കുറവാണെന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്നു, ഒപ്പം തന്നെ ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ മാനസികമായി പീഡനം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം, ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. അതിൻ്റെ ആ പെൺകുട്ടി നൽകിയ വീട്ടുകാരോട് പറഞ്ഞ പരാതി അടക്കമുള്ള കാര്യങ്ങൾ ആ കുടുംബം ഇപ്പോൾ പോലീസിന് മുൻപിൽ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഈ പറയുന്നത് പോലെ സ്ത്രീധനവും നിറവും ഒക്കെ വലിയ പ്രശ്നമായി നിൽക്കുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. എത്ര പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് തന്നെ വേണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ഏറ്റവും വേദനയോടെ നമ്മൾ മനസ്സിലാക്കാൻ. വിവരങ്ങളാണ് സ്വാലിഹ് നമുക്ക് നൽകിയത്.